നമസ്കാരം. നമ്മുടെ ചില അയൽക്കാർ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും നാം എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതെ, കൃത്യമായി നമ്മുടെ ഓരോ കാര്യങ്ങളും ഇവർ മണത്തറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ കാര്യങ്ങളെക്കാളും താല്പര്യവും ഉത്കണ്ഠയുമാണ് നമ്മുടെ കാര്യങ്ങളിൽ. അവരുടെ ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ നാശം മാത്രമാണ്. അതിനാൽ അവർ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. പാകിസ്ഥാന്റെ കാര്യത്തിലും മറിച്ചല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ പാക് ബന്ധം വർഷങ്ങളായി എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇന്ത്യ എങ്ങനെ തറപറ്റിക്കാമെന്നാണ് പാകിസ്ഥാന്റെ ചിന്ത. സദാ പാകിസ്ഥാൻ അതിനാൽ പരിശ്രമിക്കുന്നുണ്ട്. ഇതിനെല്ലാം പാകിസ്ഥാൻ സർക്കാരിന്റെ രഹസ്യ പിന്തുണയും ഉണ്ട്. ഈ രഹസ്യം ലോകത്തിന് അറിയുകയും ചെയ്യാം. പാകിസ്ഥാൻ സദാ ഇന്ത്യയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതെ, അതിന്റെ പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ കള്ളത്തരം കൈയോടെ പൊക്കിയിരിക്കുകയാണ്. ആരാണെന്നല്ലേ? ഗൂഗിളാണത്. അതെ, ഗൂഗിളാണ് പാകിസ്ഥാന്റെ കള്ളത്തരം കൈയോടെ പിടികൂടിയത്. ഓരോ രാജ്യത്തെയും ആളുകൾ ഏറ്റവും കൂടുതലായി തിരഞ്ഞ കാര്യങ്ങൾ എല്ലാ വർഷവും ഗൂഗിൾ പുറത്തു കൊണ്ടുവരാറുണ്ട്. വാർത്ത, വിനോദം, കായികം തുടങ്ങി രാഷ്ട്രീയം വരെ അതിലുണ്ടാകാറുണ്ട്. 2024 പാകിസ്ഥാനികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞതിന്റെ വിവരങ്ങൾ ഗൂഗിൾ പുറത്തുവിട്ടിരുന്നു. ഇതിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ജനത 2024 അറിയാൻ ആഗ്രഹിച്ച ഇന്ത്യൻ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തേത് ക്രിക്കറ്റാണ്. രണ്ടാമത് വ്യക്തി, സിനിമ, സീരിയൽ എന്നിവയൊക്കെയാണ് പാകിസ്ഥാനികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞത്. ഇതിൽ കൂടുതലും കായിക വാർത്തകളാണ്. ഏറ്റവും കൂടുതൽ തിരഞ്ഞ കായിക വാർത്തകളിൽ ആദ്യത്തെ 5-ലുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റാണ്. T20 ലോകകപ്പിലെ ഇന്ത്യ പാക് മത്സരം, ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക എന്നിവയും ആദ്യത്തെ ട്രെൻഡിംഗ് ലിസ്റ്റിലുണ്ട്. രണ്ടാമത്തത് സിനിമയെക്കുറിച്ചാണ്. ഹീര മണ്ഡി, ബിഗ് ബോസ് 17, ആനിമൽ, സ്ത്രീ 2, ഭൂൽ ഭുലയ്യ 3 തുടങ്ങിയവയാണ് രണ്ടാമത്തേത്. എന്തായാലും പാകിസ്ഥാനികൾ ഇന്ത്യയെക്കുറിച്ച് സദാ ചിന്തിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയുടെ 2024 ട്രെൻഡിംഗ് ലിസ്റ്റിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി 2024 ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് വിനേഷ് ഫോഗട്ട്, ഹാർദിക് പാണ്ഡ്യ, രത്തൻ ടാറ്റ തുടങ്ങിയവയാണ്. ഇന്ത്യ പാക് ബന്ധം അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് പറയാം. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം. എന്തായാലും പാകിസ്ഥാൻ സദാ ഇന്ത്യയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചാണ് പാകിസ്ഥാൻ സദാ ആശങ്കപ്പെടുന്നത്. അതിന് തടയിടാനും ശ്രമം നടക്കുന്നുണ്ട്. ഭീകരവാദമല്ലാതെ മറ്റൊന്നും അവകാശപ്പെടാനില്ലാത്തൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് സമ്പദ് വ്യവസ്ഥ ഇത്രയും മോശമായി പോകുന്നത്. ഭീകരവാദത്തെ അഭിമാനമായി കൊണ്ടു നടക്കാനും വളർത്താനുമാണ് പാകിസ്ഥാൻ എല്ലായ്പ്പോഴും താല്പര്യം. സ്വന്തം രാജ്യത്തെ പുരോഗതിയേക്കാൾ പാകിസ്ഥാൻ ഭീകരവാദത്തിനാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. ഭീകരപ്രവർത്തനങ്ങൾ കാരണം പല രാജ്യങ്ങളും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ. നിരവധി പ്രശ്നങ്ങൾ സൗദി അറേബ്യയ്ക്കും കുവൈറ്റിനും പാകിസ്ഥാനികൾ കാരണം ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ഇരു രാജ്യങ്ങളും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും ഭീകരവാദം ഇല്ലാതെ പാകിസ്ഥാൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഭീകരവാദം വിട്ടൊരു കളി പാകിസ്ഥാനില്ല. ഇതേ ഭീകരവാദം പാകിസ്ഥാനെ തിരിഞ്ഞുകൊത്തുന്ന കാലം വിദൂരമല്ല. ഇതിനു മുമ്പും ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാൻ അന്വേഷിക്കുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ എക്കാലവും പാകിസ്ഥാൻ താല്പര്യം കാണിച്ചിരുന്നു. ഇന്ത്യയുടെ രഹസ്യങ്ങൾ തേടിയുള്ള പാകിസ്ഥാന്റെ ഈ പോക്ക് ഒട്ടും നല്ലതല്ലെന്നേ പറയാനുള്ളൂ. അത് പാകിസ്ഥാന് തന്നെ വിനയായി മാറും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.